വാർദ്ധക്യത്തിൽ അബ്രഹാമിന് സാറായ്ക്ക് ദൈവം കരുതി നൽകിയിരുന്നു. ഇസഹാക്ക് 100 വയസ്സ് കഴിഞ്ഞ അബ്രഹാത്തിൽ 90 കഴിഞ്ഞ സാറായ്ക്കുള്ള ഇസഹാക്ക് അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണത്തങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമായി ദൈവം ചെയ്യുന്നു. എന്റെ പരിചയം അഭയവുമായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകാം. കർത്താവേ, മോറിയയിൽ ഞാൻ കാണിച്ചു തരുന്നവരെ നീ ഒരു ബലിവേദി എടുക്കണം. ആ ബലിവേദിയിൽ നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്കായി ദഹനബലിയർപ്പിക്കും. എനിക്ക് തന്ന മകനെ ഞാൻ സാധനോടൊത്ത് പറയുന്നു. ഞാൻ എന്റെ മകനോടൊത്ത് പറയുന്നു, ദൈവമേ, ഈ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരു പക്ഷേ തോന്നലാണ്. ദൈവമോട് തോന്നലല്ല, ഞാൻ കണ്ടറിയുന്ന, ഞാൻ അനുഭവിച്ചറിയുന്ന സത്യമാണ്. ഈ നിമിഷങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ എന്റെ മകനെ കൊണ്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ കൺമുന്നിൽ നിന്നും അബ്രഹാമിനെ ഒളിച്ചോടാൻ ഞാൻ എന്റെ ദൈവത്തെ അനുസരിക്കുന്നു. കഴുതൊക്കെ ജീവിക്കുക, ബലിക്ക് വേണ്ട വിളകൾ കീറിക്കുക. യാത്രയ്ക്ക് മോനെ ഒപ്പം കൂട്ടുന്ന പതിവില്ല. പിന്നെന്തിനാണ് ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത്? ഇസഹാക്ക് ദൈവത്തിന്റെ മകനല്ലേ, ദൈവം തന്ന മകനല്ലേ. ദൈവത്തിന് ഒരു ദഹനബലി അർപ്പിക്കണം. അവന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് സന്തോഷം, മനസ്സോടെ ബലി അർപ്പിക്കണം, പൂർണ്ണ സന്തോഷത്തോടെ. എങ്കിലേ
നിന്റെ നിധിപേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വായിക്കോറി തരണേന്ന്. മോനെ സൂക്ഷിച്ചോ മതി. വേഗം മാറ്റി കൊണ്ടുവരണം. എനിക്കിവനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയാൻ. നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക. ഞാൻ ഓരോന്നും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം. ദൈവത്തിന്റെ അവകാശം മനസ്സിലാക്കുന്നു. ഇസ്രായേലിന്റെ അവകാശിയായ ആ ദൈവത്തിന്റെ പടക്കം ചോദിച്ചാൽ കുട്ടിയുടെ നിന്റെ ഏകോപനെ പോലും നീ ഭയപ്പെടണം എന്ന് നീ ഉറപ്പായി. അതിനാൽ ഞാൻ നിന്നെ സമർത്ഥമായി നീ മകനെ മറ്റെന്തെങ്കിലും എന്നെ സ്നേഹിക്കുന്നു. നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. ലോകാവസാനം വരെ നീ സ്മരിക്കുന്നത് ശത്രുവിന്റെ നിന്റെ സത്യത്തിൽ വിളിച്ചു.